അപ്പോൾ അടുത്ത ഹാളിലേക്ക് നമ്മൾ വന്നേക്കാണ്. ഹാൾ ഡി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഓക്കെ. ഇവിടെ നമ്മൾ കൂടുതലാണ് ഈ റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ കറി, ചെറിയ ചെറിയ സ്നാക്സുകൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഈ ചെറിയ അലമാരി, അതായത് ഗ്ലാസ്സിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റിയ അതുപോലത്തെ ഉള്ള ടേബിൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റിയ. ബേക്കറികൾക്ക് പറ്റിയ ഗ്ലാസ്സിലായ എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ് ഇത്. ഇവിടെ നമുക്കിപ്പോൾ ഇതൊക്കെ കാണുന്ന കുറേ കറികൾ, ചെറിയ ചെറിയ സ്നാക്സുകൾ, ഐസ്ക്രീമുകൾ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ബൗൾ കണ്ടെയ്നർ പോലത്തെ മോഡേൺ, അതായത് പുതിയ ടെക്നോളജി. ഇതെല്ലാം ഗ്ലാസ് പോലത്തെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വലിയ 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 ഇൻഡസ്ട്രിക്ക് വേണ്ടി വലിയ വലിയ ഹോട്ടൽ അങ്ങനത്തെ ഇതൊക്കെ പറയുന്നത് ഓരോ സ്നാക്കുകൾ ഉണ്ടാക്കുന്ന മിഷൻസിൻ്റെ ഓരോ ഇതാണ്. ഇത് ഓട്ടോമാറ്റിക് മിഷൻസുകൾ, കറിയൊക്കെ എല്ലാ സാധനം കുഴയ്ക്കാനും ഇത് ചെയ്യാനും ഒക്കെ ഉള്ള പറ്റിയ മിഷൻസുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷറിൻ്റെ ഒരു കമ്പനിയുടെ ഇതാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, മാവ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്യാനും കുഴയ്ക്കാനും ചെറിയ ചെറിയ ഇതിന് ഹീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള മെഷീനറീസാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റൗവുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഇപ്പോൾ പുതിയ RR സ്റ്റൗവിൻ്റെ ഒരു കമ്പനിയാണ്. അവരുടെ നമുക്ക് പല വെയ്റ്റിനുള്ള ഇത്ര വെയിറ്റ് മുതൽ ഇത്ര വെയിറ്റ് വരെ വലിയ വലിയ ഹോട്ടലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റൗവുകൾ, അതായത് കുറച്ച് വിറക് വെച്ച് ഫാനിൻ്റെ ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ അടുപ്പുകളൊക്കെയാണ്. ഇതും ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്ന, കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീനറീസൊക്കെയാണ് അതിൻ്റെ ഓരോ മോഡല്. ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒത്തിരി കമ്പനികളുടെ അവരുടെ ഓരോ പ്രോഡക്റ്റ് ലൈക്ക് ഒരേ പ്രോഡക്റ്റുകളായിരിക്കും, പക്ഷേ പല ഡിഫറെൻറ്റ് കമ്പനീസ് ആയിരിക്കും ഡിഫറെൻറ്റ്. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ടീഷർട്ട്, അതായത് എന്താ പറയുക, കേറ്ററിങ്സ്, പിന്നെ ജാക്കറ്റുകൾ, അതായത് ഇവരുടെ ഈ പ്രോഡക്റ്റിൻ്റെ ക്ലോത്ത് നല്ല വട്ടി പോലെ നിൽക്കും. അതായത് നല്ല നമുക്ക് തേക്കാതെ ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയൽ വെച്ചാണ്. അതായത് ഈ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടല്ലോ, കുപ്പിയുടെയൊക്കെ ഇത് വെച്ച് അവർ തയ്ക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഒരു റീപ്രൊഡക്റ്റ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് വട്ടി പോലെ കതറൊക്കെ നിൽക്കില്ല, അതുപോലെ വട്ടി പോലെ നമുക്ക് തേക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതുപോലത്തെ ഇതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ എന്താ പറയുക, ഫുഡ് ട്രക്കിൻ്റെ പല മോഡലുകൾ. ഇപ്പോൾ ഓട്ടോയിലാകട്ടെ, ഒരു ടീ സ്റ്റാളിൻ്റെ സെറ്റപ്പുകൾ, പല അങ്ങനത്തെയുള്ള സെറ്റപ്പുകളുള്ള വണ്ടികൾ, അങ്ങനെ അവർ സെറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ്. ഇത് ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടീ സ്റ്റാളാണ്. നമുക്ക് പല ഇപ്പോൾ പുതിയ മോഡേൺ കെറ്റിലുകൾ, പുട്ടുകുറ്റികൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ഫുഡ് ട്രക്കിൻ്റെ ഒരു വാന് നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ ഒരു ചെറിയ പാട്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവരുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ കാണാം. വാഷ് ചെയ്യുന്ന ഇത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓവൻസുകൾ, ഗ്രൈൻഡേഴ്സ്, അങ്ങനത്തെ ഉള്ള കുറച്ച് ഇവരുടെ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണുന്ന, അതായത് മാവ് കുഴയ്ക്കുന്നത്, പിന്നെ ഓരോ ഓവൻസ്, കോഫി പൗഡർ, കോഫിയുടെ പല ഇൻവേഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ബേക്കറി ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഒരു ബേക്കറിക്ക് പറ്റിയ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിന് പറ്റിയ ഉള്ള കാര്യങ്ങൾ, അവിടുത്തെ പാത്രങ്ങൾ, അവിടുത്തെ ഡിഷുകൾ, ഓരോ സാധനങ്ങൾ വെക്കാൻ പറ്റിയ ട്രേകൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ എക്സ്പോയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ എന്താ പറയുക, ഈ പുതിയ ടെക്നോളജി, അതായത് ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റൈലും പുതിയ ഇന്നോവേഷൻ ചെയ്താലേ ആൾക്കാർ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം അതിൻ്റെ മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ കാണുന്നത്.
ഒന്ന് ഫിൽറ്റർ കോഫിയുടെ ഒരു മെഷീനാണ്. അതിൻ്റെ അകത്ത് പല ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ ഒരു ഡിറ്റോ എന്ന് പറഞ്ഞ് അവരുടെ ഒരു പ്രോഡക്റ്റാണ്. ഫിൽറ്റർ കോഫി, അങ്ങനത്തെ കോഫികൾ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റാളാണ് ഇത്. നമുക്ക് കാണുന്ന റോബോട്ട്, ഇത് പ്ലേറ്റിൻ്റെ ഓരോ പല ഡിസൈൻസ് അവർ ചെയ്യുന്നത്. നമുക്ക് ഈ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്ന റോബോട്ടിക്, അതായത് ടേബിളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ റോബോട്ടിക്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ ഓരോ ടേബിളിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന പറ്റിയ റോബോട്ടിക്കാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു സ്റ്റാള് ഇവിടെയുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാം ടെക്നോളജിയൊക്കെ പറയും ഈ ആൾക്കാർ പകരം ഈ റോബോട്ടിനെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇഡലി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആവി കയറ്റി പ്രഷർ ചെയ്ത് ചെയ്യുന്ന മെഷീനറീസാണ് നമ്മളീ കാണുന്നത്. ഇതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് തന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ കാര്യങ്ങളാണ്. ഇത് സവോള അങ്ങനത്തെ ഉള്ള കട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനറിയാണ്. നമുക്കിവിടെ കാണുന്നത് സ്വീറ്റ് ക്യാൻഡിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനറിയും പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഷീനറി. ചോക്ലേറ്റുകൾ ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. ഇത് ഓരോ ജ്യൂസുകൾക്ക് പറ്റിയ ഓരോ ബോട്ടിൽസുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഈ കടയിൽ അങ്ങനത്തെ ഉള്ള മെഷീനറീസൊക്കെയാണ്. മിക്സി, ഗ്രൈൻഡറുകൾ. ഇതെന്ന് പറയുന്നത് ചോപ്പിംഗ് മെഷീൻ. അതായത് ഈ മെഷീൻ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്. ഇത് മാനുവലാകുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യണം. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് നമുക്കത് തരുന്നതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ മോഡേൺ രീതിയിലുള്ള പ്ലേറ്റുകൾ, ഈ കേറ്ററിംഗുകാർക്ക് പറ്റിയ ഓരോ പുതിയ ടെക്നോളജി, അവർ പുതിയ സ്റ്റൈലിൽ പുതിയ ഇന്നോവേഷന് പറ്റിയ ഓരോ പാത്രങ്ങൾ, പല കളറിൽ പല ഷേപ്പ് ഇപ്പോൾ ഈ കേറ്ററിംഗുകാരൊക്കെയാണെങ്കിൽ ഇപ്പോൾ അവർ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്താലേ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രീമിയം ലീവ്, ഇപ്പോൾ നോർമൽ അങ്ങനത്തെ വേണ്ടി അവർക്കൊക്കെ പറ്റിയ പുതിയ പ്രോഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതൊന്ന് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ജ്യൂസ് കൗണ്ടേഴ്സ്, ചെറിയ ജ്യൂസിന് പറ്റിയ കൗണ്ടേഴ്സൊക്കെ കാണുന്നതാണ്. ഒരു സൈക്കിളൊക്കെ അത് സെറ്റ് ചെയ്ത് ലൈറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ഒരു ബാറ് പോലത്തെ അങ്ങനത്തെ ഉള്ള സെറ്റപ്പിന് വേണ്ടി പറ്റിയ ഒരു ഇതാണ്. ഇത് വേറൊരു കമ്പനിയുടെ മെഷീനറി, അത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഷീനറിയുടെ ഇതാണ്. ഇതെല്ലാം ഓവൻസുകളാണ്, ഹീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറ്റിയത്. ഇവിടെ നമുക്ക് ചെറിയ സ്നാക്കുകൾ പറ്റിയ കൗണ്ടറുകൾ അങ്ങനത്തെ ഉള്ള ഇതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ, അങ്ങനത്തെ ഉള്ള ടോസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ ഉള്ള ഓരോ മെഷീനറീസാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഫ്രൈ ചെയ്യാൻ പറ്റിയ പാനുകൾ, അങ്ങനത്തെ ഉള്ള ഈ KFC അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറ്റിയ ഇതെന്ന് പറഞ്ഞാൽ കറികളൊക്കെ ഉണ്ടാക്കി അത് ഇളക്കി അതിൻ്റെ അകത്ത് തന്നെ ഹീറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഓവൻസുകളാണ്. ഇങ്ങനത്തെ ഉള്ള മെഷീനറീസാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവർ ലൈവായിട്ട് യുനോക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലൈവായിട്ട് ഫുഡ് പ്രിപ്പറേഷൻ, അതായത് മന്തി, മട്ടൻ ഏതാണ്ട് മന്തി അവർ ചെയ്യുന്നത്, ചിക്കനൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അവരിവിടെ ഷെഫുമാർ വന്ന് തന്നെ ഇവരുടെ ഒരു ഓവൻ പോലത്തെ, ഓവനല്ല, ഒരു ചെയ്യുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മിഷൻ, അതിൻ്റെ ലൈവ് ഇതാണ്. പബ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഒരു ഷെഫ് ചെയ്യുന്നത്. ഇവിടെ മന്തിയുടെ ഒരു ലൈവായിട്ട് ഇവരുടെ ഈ മിഷൻ്റെ അകത്ത് വെച്ച് അവർ പ്രിപ്പയർ ചെയ്ത് ഇത് നമുക്ക് അതിൻ്റെ സാമ്പിൾസ് കാര്യങ്ങൾ ഞാനും കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന. ഇവിടെ കുറച്ച് കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൈസ കൊടുത്ത് തന്നെ മേടിക്കാം. മറ്റേതൊക്കെ നമുക്ക് സാമ്പിൾസ് തരും. ഇവിടെ നമുക്ക് പൈസ കൊടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ്.
ഓരോ ഇതിൻ്റെ അവരുടെ സാമ്പിൾസ് നമുക്ക് കിട്ടും. ഓരോ ഫുഡ് കൗണ്ടേഴ്സിൻ്റെ എല്ലാ കാര്യത്തിൻ്റെ ഇപ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾസ് നമുക്ക് തരും. നമുക്ക് ഇവരുമായിട്ട് അവരുടെ കാർഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് തരും. നമുക്ക് അവരെ വിളിച്ച് നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് വിളിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരും. Rational has taken care of efficiency and consistency without burning a hole in our pocket. आज तो हम rational के बगैर expansion का सोच ही नहीं सकते. Our kitchen space is managed more efficiently with modern machines like rational, making it more hygienic and. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാർട്ടെല്ലാം കഴിഞ്ഞു. ഇതുപോലത്തുള്ള എക്സ്പോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് പ്രയോജനപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കൊരു അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.